കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് തിരച്ചിൽ പുനരാരംഭിച്ചു. പുഴയിൽ നിന്ന് മരത്തടി കണ്ടെത്തി. ഈശ്വർ മാൽപെ മുങ്ങി പരിശോധിച്ചപ്പോഴാണ് മരത്തടി കണ്ടെത്തിയത്. അർജുന്റെ ട്രക്കിലുണ്ടായിരുന്ന മരത്തടിയെന്ന് ട്രക്ക് ഉടമ മനാഫ് പറയുന്നു. ഇത് നമ്മൾ തന്നെയാണ്. ഇതേമാതിരി തന്നെ ഈശ്വർ മാൽപെ പറയുന്നത് ഇനിയും കഷ്ണങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈശ്വർ മാൽപെനെ ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത് ഡഡ്ജറിനെക്കാട്ടും കൂടുതൽ ഈശ്വർ മാൽപെക്കാണ് സാധിക്കുക. ഡഡ്ജറിൻ്റെ ഇപ്പം പരിശോധിക്കേണ്ട സ്ഥലത്ത് വെള്ളം കൂടുതൽ കാരണം ഡഡ്ജറിൻ്റെ എന്താ പറയുക ഇതുണ്ടല്ലോ ബക്കറ്റ് ഡൂം അടിത്തട്ടിൽ തട്ടണില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പം ഉണ്ട്. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറെ ആരും അധികൃതരാരും ഇല്ല. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡൂം തട്ടണില്ലെങ്കിൽ തട്ടുന്ന ഭാഗത്ത് തെരച്ചിൽ നടത്താനുള്ളെങ്കിലും ഒരു ചെറിയ സാമാന്യ ബുദ്ധിയെങ്കിലും ഇവർ കാണിക്കണം ശരിക്കും. സിജു ഗണൻ ചേരുന്നു. സിജു, തെരച്ചിൽ എങ്ങനെയാണ് തുടരുന്നത്? ഷമി, വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഈശ്വർ മാൽപെ ഇന്ന് രാവിലെ മുതൽ ഈ തെരച്ചിലിന്റെ ഭാഗമാണ്. ഈശ്വർ മാൽപെ നടത്തിയ തെരച്ചിലിൽ ഈ ട്രക്കിൻ്റേതെന്ന് സംശയിക്കുന്ന ഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ട്രക്കിന്റെ കൂടുതൽ ഭാഗം കണ്ടെത്തി എന്ന് പറയാം. അത് അർജുൻ്റേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് തൊട്ട് താഴെ 100 മീറ്റർ താഴെ ഭാഗത്തായി ആ ടയർ കണ്ടെത്തിയെന്നാണ് ഈശ്വർ മാൽപെ പുഴയിൽ മുങ്ങി പരിശോധന നടത്തിയതിനു ശേഷം മുകളിലെത്തി ലോറി ഡ്രൈവർ മനാഫിനെ അറിയിച്ചിരിക്കുന്നത്. മനാഫ് ഇക്കാര്യം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. മുകളിലേക്ക് ടയർ ഭാഗം കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മറ്റു ഭാഗങ്ങളെല്ലാം തന്നെ മണ്ണിനടിയിലാണ്. അത് ഏത് ട്രക്കിൻ്റേതാണെന്ന് ഉറപ്പുവരുത്താൻ ആയിട്ടില്ല. നേരത്തെ ഒരു ടാങ്കർ ലോറിയും അപകടത്തിൽപ്പെട്ടിരുന്നു. അതിൻ്റെ ചില ഭാഗങ്ങൾ കൂടി കണ്ടെത്താനുണ്ട്. അതാണോ എന്ന സംശയമാണ് നിലവിലുള്ളത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ഇന്നിപ്പോൾ പുഴയിൽ നല്ല തെളിഞ്ഞ നിലയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ നടത്തിയ പരിശോധനയിലാണ് ഇത്തരം വിവരം ലഭിച്ചത്. ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിൽ ഒരു മരത്തടി കണ്ടെത്തിയിരുന്നു. അത് അർജുൻ്റെ ട്രക്കിലുണ്ടായിരുന്ന മരത്തടിയിൽ ഒന്നാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈശ്വർ മാൽപെയാണ് ഈ മുങ്ങി പരിശോധന നടത്തുമ്പോൾ ആ മരത്തടിയും കണ്ടെത്തിയിരിക്കുന്നത്. ഈശ്വർ മാൽപെ ഇപ്പോഴും മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കരയിലേക്ക് കയറിയിട്ടുണ്ട്. അല്പസമയത്തിനകം വീണ്ടും പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തും. ഈ ട്രക്കിന്റെ ഭാഗം കണ്ടെത്തിയെന്ന് പറയുന്ന സ്ഥലത്ത് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കയറിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. ആ കയർ അവിടെ കുരുക്കി കരയിലേക്ക് വെച്ചിട്ടുണ്ട്. അവിടത്തേക്ക് എത്തി വീണ്ടും പരിശോധന നടത്താനാണ് തീരുമാനം. മറ്റു ഭാഗങ്ങളെല്ലാം തന്നെ തലകീഴായി ട്രക്ക് കിടക്കുന്ന നിലയിലാണ് ഉള്ളത്. അത് പക്ഷേ അർജുൻ്റേതാണോ എന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ടയർ ഭാഗം മാത്രമാണ് മണ്ണിന് മുകളിലേക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് ഈശ്വർ മാൽപെ അറിയിച്ചിരിക്കുന്നത്. 15 അടി താഴ്ചയിലാണ് ഇത് കണ്ടെത്തിയത് എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ ഡ്രഡ്ജർ ഉപയോഗിച്ച് ഇന്ന് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരുന്നു. വളരെ ചെറിയ തോതിൽ മാത്രമാണ് മണ്ണ് നീക്കം നടന്നിരിക്കുന്നത്. കാര്യമായ നിലയിൽ മണ്ണ് നീക്കം നടന്നിട്ടില്ല. ഈശ്വർ മാൽപെയുടെ നേതൃത്വത്തിലുള്ള പരിശോധന ഇപ്പോഴും തുടരുന്നു. അല്പസമയത്തിനകം അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ആ കയർ കെട്ടിയിരിക്കുന്നത് കാണാം. ആ കയർ അദ്ദേഹം കണ്ടെത്തിയ സ്ഥലത്ത് കയർ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അത് കരയിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ ലോറിയുടെ ഭാഗം ഉള്ള സ്ഥലം, ടയർ കണ്ടെത്തിയ ഭാഗത്ത് ഈ കയർ ബന്ധിപ്പിച്ച ശേഷം അത് കരയിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും പരിശോധന തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ മണിക്കൂറുകളിൽ ലഭ്യമാകുന്നത്. ഷമ്മി, ഷിരൂരിൽ അർജുൻ്റെ ട്രക്കിന് വേണ്ടിയുള്ള തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നു. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.